അമൽ, മണ്ഡലം മാറി മത്സരിച്ച് റെക്കോർഡ് ഭൂരിപക്ഷം നേടിയ പി കെ കുഞ്ഞാലിക്കുട്ടിയെ നമ്മൾ കണ്ടു. പക്ഷേ മണ്ഡലം മാറി ഇറങ്ങിയിട്ടും തിരൂരിൽ വി അബ്ദുറഹ്മാനെ ഏറ്റത് കനത്ത പ്രഹരമാണ്. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും UDF-ന് വെല്ലുവിളി ഉയർത്താൻ അബ്ദുറഹ്മാന് സാധിച്ചില്ല. ചരിത്ര ഭൂരിപക്ഷത്തിലാണ് മുസ്ലിം ലീഗിന്റെ കുറുക്കോളി മൊയ്തീൻ വി അബ്ദുറഹ്മാനെ പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ 2 തവണ താനൂരിൽ നിന്ന് വി അബ്ദുറഹ്മാൻ വിജയിച്ചിരുന്നു. ഇത്തവണ മത്സരിക്കാനില്ല എന്നായിരുന്നു നിലപാട്. എന്നാൽ CPIM താനൂരിൽ തന്നെ അബ്ദുറഹ്മാനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. പ്രതിഷേധിച്ച് മാറി നിന്ന അബ്ദുറഹ്മാൻ പ്രചാരണത്തിനിറങ്ങിയില്ല. ഒടുവിൽ തിരൂരാണെങ്കിൽ മത്സരിക്കാം എന്ന നിലപാടെടുക്കുകയായിരുന്നു. എത്രയോ വർഷങ്ങളായി ലീഗിന്റെ കളികളിലാണ്. അതുകൊണ്ട് തന്നെ ഈ പട്ടണം അർഹിച്ച രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കേരളത്തിൽ തന്നെ അറിയപ്പെടേണ്ട ഒരു ചെറു പട്ടണമായി മാറേണ്ടതായിരുന്നു. ഏറ്റവും നല്ല ഡെവലപ്മെന്റ് ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ സ്വകാര്യ നിക്ഷേപത്തോടൊപ്പം തന്നെ സർക്കാർ ചെയ്യേണ്ട അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അത് വേണ്ട വിധത്തിൽ നടപ്പിലാക്കാൻ അതാത് കാലങ്ങൾ വന്ന ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പം അതിന് മാറ്റമുണ്ട്. പക്ഷേ 24,137 വോട്ടിന് തോൽപ്പിക്കാനായിരുന്നു തിരൂരുകാരുടെ തീരുമാനം. തിരൂരിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണിത്. കുറുക്കോളി മൊയ്തീൻ നേടിയത് 1,06,108 വോട്ട്. അബ്ദുറഹ്മാന് 81,971. NDA സ്ഥാനാർത്ഥി 8,634 വോട്ട് നേടി. കഴിഞ്ഞ തവണ അബ്ദുറഹ്മാൻ ജയിച്ച താനൂരിലും കനത്ത പരാജയമാണ് ഇടതുമുന്നണി ഏറ്റുവാങ്ങിയത്. കന്നിയംഗത്തിനിറങ്ങിയ MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് 27,131 വോട്ടിനാണ് താനൂരിൽ ജയിച്ചത്. 24 തിരൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.